ഇറാനും ഇസ്രയേലും തമ്മിലുള്ള ശത്രുത പതിറ്റാണ്ടുകളായി തുടരുന്നു. നിഴൽ യുദ്ധങ്ങളുടെയും കര, കടൽ, വ്യോമ, സൈബർ ഇടങ്ങൾ വഴിയുള്ള രഹസ്യ ആക്രമണങ്ങളുടെയും ചരിത്രത്തിലൂടെ 1979 ഇസ്രയേലിനെ ഒരു സഖ്യകക്ഷിയായി കണക്കാക്കിയിരുന്ന ഇറാന്റെ പാശ്ചാത്യ അനുകൂല നേതാവ് മുഹമ്മദ് റെസ ഷാ ഒരു ഇസ്ലാമിക വിപ്ലവത്തിൽ അധികാരത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. അത് ഇസ്രയേലിനോടുള്ള എതിർപ്പ് ഒരു പ്രത്യയശാസ്ത്ര അനിവാര്യതയായി ഒരു പുതിയ ദിവ്യാധിപത്യ ഭരണകൂടം സ്ഥാപിക്കുന്നു. 1982 ഇസ്രയേൽ ലെബനൻ ആക്രമിച്ചപ്പോൾ ഇറാന്റെ റവല്യൂഷണറി ഗാർഡുകൾ അവിടുത്തെ സഹഷിയ മുസ്ലിങ്ങളുമായി ചേർന്ന് ഹിസ്ബുള്ള സ്ഥാപിക്കാൻ ശ്രമിച്ചു. അതിർത്തിയിലെ ഏറ്റവും അപകടകാരിയായ എതിരാളിയായി ഇസ്രയേൽ ഒടുവിൽ സായുധ സംഘത്തെ കാണുന്നത്. 1983 ലെബനനിൽ നിന്ന് പാശ്ചാത്യ ഇസ്രയേൽ സൈന്യങ്ങളെ തുരത്താൻ ഇറാൻ പിന്തുണയുള്ള ഹിസ്ബുള്ള ചാവേർ ബോംബാക്രമണം നടത്തി. നവംബറിൽ സ്ഫോടക വസ്തുക്കൾ നിറച്ച ഒരു കാർ ഇസ്രയേൽ സൈനിക ആസ്ഥാനത്തേക്ക് ഇടിച്ചുകയറി. പിന്നീട് ഇസ്രയേൽ ലെബനന്റെ ഭൂരിഭാഗവും പിൻവാങ്ങി. 1992 ബ്യൂണസ് അയേഴ്സിലെ ഇസ്രയേൽ എംബസിയിലും 1994 നഗരത്തിലെ ഒരു ജൂത കേന്ദ്രത്തിലും നടന്ന ചാവേർ ബോംബാക്രമണത്തിന് പിന്നിൽ ഇറാനും ഹിസ്ബുള്ളയുമാണെന്ന് അർജന്റീനയും ഇസ്രയേലും ആരോപിക്കുന്നു. ഓരോന്നിലും ഡസൻ കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടു. 2002 ഇറാൻ രഹസ്യമായി യുറേനിയം സമ്പുഷ്ടീകരണ പദ്ധതി നടത്തുന്നുണ്ടെന്ന വെളിപ്പെടുത്തൽ അവർ ആണവായുധം നിർമ്മിക്കാൻ ശ്രമിക്കുന്നുണ്ടെന്ന ആശങ്കയ്ക്ക് കാരണമായി. എന്നാൽ ഇസ്രയേൽ അത് നിഷേധിക്കുന്നു. ടെഹ്റാനിനെതിരെ കർശന നടപടിയെടുക്കുമെന്ന് ഇസ്രയേൽ ആവശ്യപ്പെട്ടിരുന്നു. 2006 ലെബനനിൽ ഒരു മാസം നീണ്ടുനിന്ന യുദ്ധത്തിൽ ഇസ്രയേൽ ഹിസ്ബുള്ളയുമായി പോരാടി. പക്ഷേ കനത്ത ആയുധധാരികളായ സംഘത്തെ തകർക്കാൻ കഴിഞ്ഞില്ല. 2009 ഒരു പ്രസംഗത്തിൽ ഇറാനിയൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി ഇസ്രയേലിനെ അപകടകരവും മാരകവുമായ ക്യാൻസർ എന്ന് വിളിച്ചു. 2010 അമേരിക്കയും ഇസ്രയേലും വികസിപ്പിച്ചെടുത്തതാണെന്ന് വ്യാപകമായി വിശ്വസിക്കപ്പെടുന്ന ഒരു ക്ഷുദ്ര കമ്പ്യൂട്ടർ വൈറസായ സ്റ്റക്സ്നെറ്റ് ഇറാനിലെ നടാൻസ് ആണവ കേന്ദ്രത്തിലെ യുറേനിയം സമ്പുഷ്ടീകരണ കേന്ദ്രത്തെ ആക്രമിക്കാൻ ഉപയോഗിച്ചു. വ്യാവസായിക യന്ത്രങ്ങൾക്കെതിരായ ആദ്യത്തെ പരസ്യമായ സൈബർ ആക്രമണമായിരുന്നു അത്. 2012 ടെഹ്റാനിൽ ഒരു മോട്ടോർ സൈക്കിൾ യാത്രികൻ തന്റെ കാറിൽ സ്ഥാപിച്ച ബോംബ് പൊട്ടിത്തെറിച്ച് ഇറാനിയൻ ആണവശാസ്ത്രജ്ഞൻ മുസ്തഫ അഹമ്മദി റോഷൻ കൊല്ലപ്പെട്ടു. ആക്രമണത്തിന് ഇസ്രയേലിനെ കുറ്റപ്പെടുത്തി 2010 വർഷങ്ങളോളം കരാറിനെതിരെ ലോബിയിങ് നടത്തിയതിനു ശേഷം ലോകശക്തികളുമായുള്ള ഇറാൻ ആണവ കരാറിൽ നിന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പിന്മാറിയതിനെ ഇസ്രായേലിയൻ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രശംസിച്ചു. ട്രംപിന്റെ തീരുമാനത്തെ ചരിത്രപരമായ നീക്കം എന്ന് വിശേഷിപ്പിച്ചു. മെയ് മാസത്തിൽ ഇസ്രയേൽ അധിനിവേശ ഗോലാൻ കുന്നുകളിൽ ഇറാൻ സൈന്യം റോക്കറ്റുകൾ പ്രയോഗിച്ചതിനെ തുടർന്ന് ആഭ്യന്തര യുദ്ധത്തിൽ ടെഹ്റാൻ പ്രസിഡന്റ് ബഷാർ അൽ അസദിനെ പിന്തുണച്ചിരുന്ന സിറിയയിലെ ഇറാനിയൻ സൈനിക അടിസ്ഥാന സൗകര്യങ്ങൾ ആക്രമിച്ചതായി ഇസ്രയേൽ അവകാശപ്പെട്ടു. 2020 ബാഗ്ദാദിൽ അമേരിക്കൻ ഡ്രോൺ ആക്രമണത്തിന് ഇറാന്റെ റവല്യൂഷണറി ഗാർഡുകളുടെ വിദേശ വിഭാഗത്തിന്റെ കമാൻഡറായ ജനറൽ ഖാസിം സുലൈമാനിയുടെ വധത്തെ ഇസ്രയേൽ സ്വാഗതം ചെയ്തു. അമേരിക്കൻ സൈനികരെ പാർപ്പിച്ചിരുന്ന ഇറാഖി താവളങ്ങൾക്ക് നേരെ ഇറാൻ മിസൈൽ ആക്രമണത്തിലൂടെ തിരിച്ചടിച്ചു. ഏകദേശം 100 US സൈനികർക്ക് പരിക്കേറ്റു. 2021 ആണവായുധ ശേഷി വികസിപ്പിക്കാനുള്ള ഇറാനിയൻ രഹസ്യ പദ്ധതിയുടെ സൂത്രധാരനായി പാശ്ചാത്യ രഹസ്യാന്വേഷണ ഏജൻസികൾ വീക്ഷിക്കുന്ന മൊഹ്സൻ ഫക്രിസാദയുടെ കൊലപാതകത്തിന് ഇസ്രയേലിനെ ഇറാൻ കുറ്റപ്പെടുത്തി. 2022 ടെഹ്റാനുമായുള്ള നയതന്ത്രത്തെ ചൊല്ലി വളരെ കാലമായി ഭിന്നിച്ച സഖ്യകക്ഷികളുടെ ഐക്യത്തിന്റെ പ്രകടനമായി ഇറാൻ ആണവായുധങ്ങൾ നിഷേധിക്കുന്നതിനുള്ള സംയുക്ത പ്രതിജ്ഞയിൽ US പ്രസിഡന്റ് ജോ ബൈഡനും ഇസ്രായേൽ പ്രധാനമന്ത്രി യയർ ലാപ്പിഡും ഒപ്പുവെച്ചു. ലോകശക്തികളിൽ നിന്നുള്ള വിശ്വസനീയമായ സൈനിക ഭീഷണിക്കുള്ള ഇസ്രയേലിന്റെ ആഹ്വാനങ്ങൾ അംഗീകരിക്കുന്നതിനുള്ള വ്യക്തമായ നീക്കം. 2024 ഡമാസ്കസിലെ ഇറാനിയൻ എംബസി കോമ്പൗണ്ടിൽ നടന്ന ഇസ്രയേലി വ്യോമാക്രമണത്തിൽ 2 മുതിർന്ന കമാൻഡർമാർ ഉൾപ്പെടെ 7 ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടു. ഉത്തരവാദിത്തം ഇസ്രയേൽ സ്ഥിരീകരിച്ചിട്ടില്ല അല്ലെങ്കിൽ നിഷേധിച്ചിട്ടില്ല. ഏപ്രിൽ 13 ഇസ്രയേൽ പ്രദേശത്തു നിന്ന് നേരെ അഭൂതപൂർവമായി നേരിട്ടുള്ള ആക്രമണത്തിൽ ഇറാൻ ഡ്രോണുകളുടെയും മിസൈലുകളുടെയും ആക്രമണത്തോടെ പ്രതികരിച്ചു. ഇതിന്റെ ഫലമായി ഏപ്രിൽ 19 ഇറാനിയൻ മണ്ണിൽ ആക്രമണം നടത്താൻ ഇസ്രയേലിനെ പ്രേരിപ്പിച്ചുവെന്ന് ഈ വിഷയങ്ങൾ പരിചയമുള്ള വൃത്തങ്ങൾ പറഞ്ഞു.